ഉൽപ്പത്തിയുടെ പുസ്തകം 39:5 ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിന്, അവൻ്റെ പൊത്തിഫറിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. ജോസഫ് ഈജിപ്തിൽ എത്തിപ്പെടുമ്പോൾ ഈ പൊത്തിഫർ അവനെ വിലക്കി വാങ്ങുവേ, അടിമയായിട്ട് അവനെ വിലക്കി വാങ്ങും. അവൻ്റെ വീട്ടിലെ കാര്യസ്ഥപ്പണി ഈ ജോസഫിന് കൊടുക്കും. ദൈവം കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്, ഈ ജോസഫിനെ ഓർത്ത് ജോസഫ് താമസിച്ചിരുന്ന പൊത്തിഫറിൻ്റെ വീടിനെ കർത്താവ് അനുഗ്രഹിച്ചു. അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെ മേൽ കർത്താവിന് അനുഗ്രഹം ഉണ്ടായി. ആര് കാരണം? ജോസഫ് കാരണം. അവൻ താമസിച്ചിരുന്ന പൊത്തിഫറിൻ്റെ വീട്ടിൽ, അവൻ്റെ പറമ്പിൽ, അവൻ്റെ വയൽ, എല്ലാറ്റിൻ്റെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടായി. വലിയൊരു ആത്മീയമായ സന്ദേശം ഇതിൻ്റെ പുറകിലുണ്ട്. ഒരു പക്ഷേ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വലിയ വിശ്വാസം ഉണ്ടാകണമെന്നില്ല. നമ്മൾ ഇന്ന് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോടെ വന്നത്, അവർക്കൊരു പക്ഷേ ഈശോയെ അറിയത്തുപോലും ഇല്ലായിരിക്കും, വിശ്വാസം പോലും ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മെ ഓർത്ത് കർത്താവ് അവരനുഗ്രഹിക്കും. അവർക്ക് വിശ്വാസമില്ലെങ്കിലും, അവർക്ക് ഈശോയെ പറ്റി അറിവില്ലെങ്കിലും, കർത്താവിൻ്റെ സ്നേഹം മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ഈശോയുടെ മുമ്പിൽ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നു എന്നൊറ്റ കാരണം കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ മേലും കർത്താവിൻ്റെ അനുഗ്രഹം പെയ്തിറങ്ങും. ജോസഫിനെ ഓർത്ത് കർത്താവ് പൊത്തിഫറിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. അവൻ്റെ വീട്ടിലും പറമ്പിലുള്ള എല്ലാറ്റിൻ്റെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടായി. ഈശോയുടെ പക്കൽ തളവാത രോഗിയെ കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ. ഈ തളവാത രോഗി കിടക്കയോടെ കൊണ്ടുവരുമ്പോൾ വീടിനകത്തേക്ക് കയറാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പോൾ അവർ ചെയ്ത കാര്യം, വീടിന് മേൽക്കുര പൊളിക്കും, എന്നിട്ട് കിടക്കയോടെ തളവാത രോഗി താഴോട്ടേക്ക് ഇറക്കും. പ്രിയപ്പെട്ടവരെ, വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ തളവാത രോഗി കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് ഈശോ തളവാത രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക. അവരുടെ വിശ്വാസം കണ്ടിട്ട് തളവാത രോഗിയുടെ വിശ്വാസമാണ് അല്ലല്ലോ. അവരെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് പറയും, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക. പ്രിയപ്പെട്ടവരെ, കൊണ്ടുവന്നവരുടെ വിശ്വാസവും കർത്താവ് പരിഗണിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒരുപക്ഷേ അവരെ കൈക്ക് പിടിച്ചു കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് അവരെടുത്ത് ഈശോയുടെ സന്നിധിയിൽ വെക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെയും കർത്താവ് പരിഗണിക്കുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പൊത്തിഫറിന്റെ വീട്ടിൽ ജോസഫ് താമസിക്കുന്ന വേളയിൽ, ജോലി ചെയ്യുന്ന വേളയിൽ ഒരു പ്രലോഭനത്തിൻ്റെ അവസ്ഥയിലൂടെ അവൻ കടന്നു പോകുന്നുണ്ട്. ജോസഫ് വടിവൊത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനൻ്റെ ഭാര്യയ്ക്ക് അവൻ്റെ അഭിലാഷം തോന്നി, എൻ്റെ കൂടെ ശയിക്കുക, അവൾ അവനോട് പറഞ്ഞു. പക്ഷെ അവൻ അത് വഴങ്ങുന്നില്ല. പ്രിയപ്പെട്ട, ശക്തമായൊരു പ്രലോഭനം കൺമുമ്പിൽ നിൽക്കുകയാണ്. ദൈവത്തോടൊരു വ്യക്തി ചേർന്ന് ജീവിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ പ്രലോഭനങ്ങൾ ഇരട്ടി ശക്തിയോട് മറുവശത്തോടെ കടന്നു വരാൻ വേണ്ടി തുടങ്ങും. പ്രഭാഷകന്റെ പുസ്തകം 2-1 എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ കർത്തൃവേലയ്ക്ക് ഒരുമ്പിടുന്നുവെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ വേണ്ടി ഒരുങ്ങിക്കൊള്ളുക. ഈ ദൈവത്തോട് ചേർന്നിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, പരിശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തേക്കണം, മറുവശത്തുകൂടെ പ്രലോഭനങ്ങൾ ഇരട്ടി ശക്തിയോടെ വരും. കാരണം ഒരു ആത്മാവ് ദൈവത്തോട് ചേർന്നിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ അരൂപികളെ സംബന്ധിച്ച് അത് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഒരിക്കലും അത് കണ്ടിരിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഒരാത്മാവ് ദൈവത്തോട് ചേർന്നിരിക്കുന്നത്. ഒരാത്മാവ് വചനത്തോട് ചേർന്നിരിക്കുന്നു, ഒരാത്മാവ് വചനത്തിൻ്റെ മുമ്പിലിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ അരൂപിയെ സംബന്ധിച്ച് അത് കണ്ടിരിക്കാൻ പോലും താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് പ്രലോഭനങ്ങളെ ഒരു സൈഡിൽ അഴിച്ചു വിട്ട്, പ്രലോഭനങ്ങളെ, സഹനങ്ങളെ, പ്രതിസന്ധികൾ ഒരു വശത്തേക്കോട് അഴിച്ചു വിട്ട് നമ്മളുടെ ആത്മാവിനെ ഏത് വിധേനയും ഈശോയുടെ മുമ്പിൽ അകറ്റിക്കളയാൻ വേണ്ടി പിശാച് പരിശ്രമിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ പ്രലോഭനം ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കൊരിന്തോസ്യർക്ക് 10:12 നിന്റെ ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാവാൻ ദൈവം സമ്മതിക്കില്ല. ദൈവം വിശ്വസ്തനാണ്. പ്രലോഭനം ഉണ്ടാകുമ്പോൾ അവയെ നേരിടുവാനുള്ള ശക്തി കർത്താവ് നമുക്ക് തരും. ഈ വിശുദ്ധരുടെ ജീവിതമൊക്കെ നമ്മൾ പഠിക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും, പിശാച് ശരിക്കും അവർക്ക് കാണാവുന്ന രൂപത്തിൽ ഒക്കെ വന്നവരെ ഉപദ്രവിക്കുന്നത് കാണാൻ പറ്റും. ഈ പാദ്രെ പിയോ, ജോൺ മരിയ വിയാനി, ഇവരൊക്കെ ജീവിതത്തിൽ പിശാച് നേരിട്ട് അവരെ ആക്രമിക്കുന്നത് കാണാൻ പറ്റും.
അച്ഛൻ വിശുദ്ധ ജോൺ മരി വിയാനിയുടെ കല്ലറയിലേക്ക് തീർത്ഥാടനത്തിൽ പോയിട്ടുണ്ട്. ഫ്രാൻസിലെ ആർസ് എന്ന പേരായ ഒരു ഗ്രാമത്തിലാണ്. അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും ജോൺ മരി വിയാനിയുടെ കട്ടിലിന് പിശാച് തീയിട്ടിരിക്കുന്നത്. ഇപ്പോഴും ആ കട്ടിൽ അവിടെയുണ്ട്. ജോൺ മരി വിയാനിയോടുള്ള ദേഷ്യം പ്രകടിപ്പിച്ചത് കട്ടിലിന് തീയിട്ടുകൊണ്ടാണ്. പക്ഷിയെ കിട്ടാത്ത ആ കലിക്ക് പക്ഷിയുടെ കൂടിന് പിശാച് തീയിടും. ആ കട്ടിൽ ഇപ്പോഴും അതുപോലെയുണ്ട്. നേരിട്ടൊക്കെ പലപ്പോഴും ഉപദ്രവിക്കുകയും സ്വരങ്ങളുണ്ടാക്കി പേടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ദൈവ പൈതലൻ ഏത് വിധേനയും ദൈവത്തെ മാറ്റാൻ വേണ്ടി, പേടിപ്പിച്ചുകൊണ്ട് പോലും മാറ്റാൻ വേണ്ടി പിശാച് പരിശ്രമിക്കുകയും. നമുക്കെന്താണ് അതുപോലെ അനുഭവങ്ങൾ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, നമുക്ക് ചെറിയൊരു മുട്ടുസൂചി മതിയാവും, കമ്പിപ്പാരയുടെ ആവശ്യമില്ലല്ലോ. വലിയ വലിയ ആയുധങ്ങളെ എടുത്ത് ഉപയോഗിക്കേണ്ട വരുമ്പോഴാണ് അങ്ങനെ പിശാച് ഉപയോഗിക്കണം. നമ്മൾ കുഞ്ഞു മുട്ടുസൂചി കൊണ്ട് തൊട്ടാവുന്ന അത്രേ ബലമേ നമുക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് പിശാച് അങ്ങനെ തീയും പുകയുമായിട്ടൊന്നും വരാത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ പാപത്തിന്റെ ഒരു പ്രലോഭന സാഹചര്യം വരുമ്പോൾ ഈ ജോസഫ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ജോസഫ് അവന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യമുണ്ട്. അവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായിട്ട് പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുക? 39-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? ഒരു പാപത്തിലേക്ക് നയിക്കുന്ന പ്രലോഭനം വരുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ആദ്യത്തെ ചിന്ത ദൈവത്തെ പറ്റിയുള്ള ചിന്തയാണ്. ഞാൻ എങ്ങനെ പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കും? പ്രഭാഷകന്റെ പുസ്തകം 31-ന്റെ 10-ാമത്തെ വാക്യം. പാപം ചെയ്യാൻ അനുവാദമുണ്ടായിട്ടും അതിന് സാഹചര്യമുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ ഭാഗ്യവാൻ, അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. പാപം ചെയ്യാൻ അനുവാദമുണ്ടായിട്ടും അതിന് പറ്റിയ സാഹചര്യമുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ ഭാഗ്യവാൻ, അവൻ്റെ ഐശ്വര്യം, അവളുടെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. നിർവചനഭാഗം ധ്യാനിക്കുമ്പോൾ അതിനോട് ചേർന്ന് മറ്റൊരു കാര്യം കൂടി നമ്മൾ ധ്യാനിക്കണം. നമ്മൾ ഒരിക്കലും ആർക്കും പ്രലോഭന ഹേതുവായി മാറിയേക്കരുത്. ആർക്കും പ്രലോഭന ഹേതുവായിട്ട് മാറിയേക്കരുത്. നമ്മൾ കാണും ഒരാത്മാവ് ഈശോയിൽ വഴിമാറി പോകാൻ ഇട വന്നേക്കരുത്. ഈശോയിൽ നിന്ന് വഴിതെറ്റിപ്പോകാൻ ഇട വന്നേക്കരുത്. ഒരാത്മാവിന് ദൈവം കൊടുക്കുന്ന വില എന്താണ് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അത് നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്താണ് ഒരാത്മാവിൻ്റെ വില. നമ്മൾ കാരണം ഒരാത്മാവ് നഷ്ടപ്പെട്ടു പോകാൻ ഇട വന്നാൽ ദൈവസന്നിധിയിൽ ഉത്തരം പറയേണ്ടി വരുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 1-2 വചനങ്ങൾ ഇങ്ങനെ പറയണത്, ഈ ചെറിയവരിൽ ആരെങ്കിലും വഴിതെറ്റിപ്പോകാൻ നീ കാരണം ഇട വന്നാൽ അതിലും നല്ലത് കഴുത്തിലൊരു തിരിക്കല്ല് കെട്ടി കടലിൻ്റെ ആഴങ്ങൾ എറിയപ്പെടും. അത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഒരാത്മാവ് നമ്മൾ കാരണം, നമ്മുടെ മാതൃക കാരണം, നമ്മുടെ ദുഷ്പ്രേരണ കാരണം, നമ്മുടെ ഉപദേശം കാരണം ഒരു വ്യക്തി ഈശോയിൽ വഴിമാറിപ്പോകാൻ ഇടവൻ അതിലും നല്ലത് കഴുത്തിൽ തിരിക്കല്ല് കെട്ടി കടലിൻ്റെ ആഴങ്ങൾ എറിയപ്പെടുന്നതാണ്. മനുഷ്യൻ അവൻ്റെ ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? ആത്മാവിനോളം വിലയുള്ള വേറൊന്നും ഈ ലോകത്തിലില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അവനെ പാപത്തിന് വഴങ്ങാതെ വരുമ്പോൾ പൊത്തിഫറിന്റെ ഭാര്യ അവനെതിരെ വ്യാജമായ ആരോപണം ഉന്നയിക്കും. ഇവൻ എന്നെ പീഡിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്ന് പറയും. അവൻ ഈ ജോസഫ് കാരാഗൃഹത്തിൽ അങ്ങനെ എത്തപ്പെടും. കാരാഗൃഹത്തിൽ വെളിച്ചം പോലും കടന്നു വരാത്ത ആ ഇരുണ്ട മുറിക്കകത്തിരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ പ്രകാശമുണ്ട്. ലോകം മുഴുവനും എതിരായാലും, ലോകം മുഴുവനും അവനെപ്പറ്റി അവളെപ്പറ്റി അപവാദം പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. ഉള്ളിൽ പ്രകാശമുള്ളവൻ അതിനത് ജീവിക്കും. നമുക്ക് ചുറ്റുമുള്ള 1000 മെഴുകുതിരികൾ കെട്ടുപോയാൽ ഒരു കുഴപ്പവുമില്ല. കാരണം നമ്മുടെ തലയുടെ മുകളിൽ നീതി സൂര്യനായി കർത്താവ് ഉദിച്ച് നിൽക്കുന്നുണ്ട്. ഈ ലോകത്തെ ചെറിയ ചെറിയ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, സൗഹൃദങ്ങൾ ഇതൊക്കെ പോയാലും ഒരു കുഴപ്പമില്ല. ചെറിയ മെഴുതിരി വെട്ടങ്ങൾ അണഞ്ഞു പോയാലും ഒരു വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ തലയുടെ മുകളിൽ കർത്താവ് സൂര്യനെ പോലെ ഉദിച്ച് നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യോഹന്നാന്റെ സുവിശേഷം 12:46 എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഒരാളും, ഈശോയിൽ ആശ്രയിക്കുന്ന ഒരാളും, ഈശോയെ ചാരി നിൽക്കുന്ന ഒരാളും ഇരുട്ടിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ വെളിച്ചമായിട്ട് ലോകത്തിലേക്ക് വന്നിരിക്കുന്നു.
യോഹന്നാന്റെ സുവിശേഷം 8:12, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. എത്ര സഹനം വന്നോട്ടെ, തകർച്ച വന്നോട്ടെ, തെറ്റിദ്ധാരണ വന്നോട്ടെ, ഒരു കുഴപ്പവുമില്ല. ഈശോ ഉള്ളിലുള്ളവൻ, ഈശോ ഉള്ളിലുള്ളവൾ അതിനെ അതിജീവിക്കും. കാരണം ഉള്ളിൽ ഈശോ ഉണ്ട്, പ്രകാശമായ ഈശോ നമ്മുടെ ഉള്ളിലുണ്ട്. മിക്കാപ്രവാചന പുസ്തകം 7:8, മിക്കാപ്രവാചന പുസ്തകം 7:8 വാക്യം, എൻ്റെ ശത്രുക്കളെ നിങ്ങൾ എന്നെ പ്രതി സന്തോഷിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഇരുട്ടിൽ ഇരുന്നാലും കർത്താവ് എൻ്റെ പ്രകാശമായിരിക്കും. എൻ്റെ ശത്രുക്കളെ നിങ്ങൾ എന്നെ പറ്റി സന്തോഷിക്കേണ്ട, കാരണം ഞാൻ വീണാലും എഴുന്നേൽക്കും, ഞാൻ വീണാലും നിന്നാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൈവെള്ളയിലാണ് വീഴണം നിൽക്കണതും, ഞാൻ എഴുന്നേൽക്കും. കർത്താവിൻ്റെ പ്രകാശമാണ്, കർത്താവിൻ്റെ പ്രകാശമാണ്, ഞാൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ, യേശുവേ ആരാധന.